പ്രിയമുള്ള എൻ്റെ പരപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെ, വിവിധ സന്നദ്ധ സംഘടനകളെ, എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു അപേക്ഷയാണ്. ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് നമ്മളിതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഒരുപക്ഷെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം, നമ്മുടെ കുടുംബക്കാരാകാം, ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത്. ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൽ കണ്ടൊരു കാഴ്ചയാണിത്. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടല്ലോ. സ്കൂൾ വിദ്യാർത്ഥികളാണ്, ആ ഒരു പെൺകുട്ടികൾ യൂണിഫോം സഹിതമാണ് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഇമ്മാതിരി പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് അവിടെ ബസ്സിലിരുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇത്രയും പബ്ലിക്കായിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് കാണിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറെയൊക്കെ ആൾക്കാർ ഇത് കണ്ടില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം വേറൊന്നുമല്ല, അവർക്കൊക്കെ മക്കളുണ്ടാവാം, അല്ലെ? ശരിയാണ്, നമുക്കും ഒക്കെ മക്കളുണ്ട്, വളർന്നു വരുന്ന ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിർത്തലാക്കിയില്ലെങ്കിലും ഉണ്ടല്ലോ, നാളെ ഒരുപക്ഷെ വളർന്നു വരുന്ന നമ്മുടെ മക്കളോ അല്ലെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട അല്ലെ ആരെങ്കിലും ഒക്കെ ഇതുപോലെയൊക്കെ ഇരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇതിനെതിരെയൊക്കെ എന്തുകൊണ്ട് ആൾക്കാർ പ്രതികരിക്കുന്നില്ല? സ്കൂൾ യൂണിഫോമിലാണ് പെൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ട് ഇരുന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഈ ലീലാവിലാസങ്ങൾ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കും? നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സമൂഹം ഇപ്പൊ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഓരോ പെൺകുട്ടികളായിക്കോട്ടെ, അല്ലെ ഓരോ കുട്ടികൾ ചെന്ന് വഴി തെറ്റി വീഴുന്നത് ഇങ്ങനെയുള്ള ഓരോ ചതിക്കുഴികളിലാണ്. പ്രേമാകുന്നു, പിന്നെ അത് വേറെ അതിരിവിട്ട ബന്ധത്തിലേക്ക് കടക്കുന്നു, പിന്നെ അത് കത്തിക്കുത്ത്, കൊലപാതകം, ചിലടത്ത് ഗർഭിണിയാകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ഈ 2025 തുടങ്ങിയതിന് ശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്നത്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. പക്ഷെ എന്തുകൊണ്ട് കുട്ടികളൊന്നും ഇതൊന്നും കണ്ടിട്ട് അതൊന്നും മനസ്സിലാക്കുന്നില്ല? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ ചതിക്കുഴികളിൽ പോയി വീണുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ ഈ ഒരു രീതിയിലേക്ക് ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ട് കുറെ അവന്മാരുണ്ട്. കണ്ടില്ലേ, പബ്ലിക്കായിട്ട് ഇരുന്നിട്ടാണ് ഇമ്മാതിരി വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിഫോം സഹിതം പെൺകുട്ടി ഒരു ആൺകുട്ടിയും ഇരുന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ. എന്തുകൊണ്ട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ച് അവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, പിന്നെ ആ പറയുന്നവൻ തെറ്റുകാരനാകും. അങ്ങനത്തെ ഒരു സമൂഹം ആയിപ്പോയി നമ്മുടെ ഇത്. എന്നാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൂടെ ഉണ്ട്, നമുക്കൊന്ന് കാണാം. അല്ലാതെ നമ്മളൊക്കെ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതെല്ലാ കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അവനവൻ്റെ മക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. അവനവൻ്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക. അല്ലാതെ ഈ ഒരു മയക്കുമരുന്നും അതേപോലെ തന്നെയുള്ള മറ്റൊരു വിപത്താണിത്. ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എല്ലാവരോടും കൂടിയിട്ട്. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് എന്താ പറയാ, ഒരു ആണും പെണ്ണും കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികള്. ആ ഒരു പെൺകുട്ടികളെ കണ്ടിട്ട് ഒന്നല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളായിരിക്കണം, ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഈ ഒരു പബ്ലിക്കായിട്ട് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഇവര് കാണിക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾ കണ്ടല്ലോ. അവർക്കൊരു പേടിയില്ല. ഇതാരെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്താലോ ഒന്നും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു പേടിയുള്ളവരാണെങ്കിൽ ഇത്ര പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെ കാണിക്കില്ല. സാധാരണ ഇതുപോലുള്ള ആൾക്കാര് ഒന്നല്ലെങ്കിൽ ബീച്ചില് അല്ലെങ്കിൽ പാർക്കില് അല്ലെ സിനിമാ തിയേറ്ററിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും. പക്ഷെ ഇപ്പൊ ഇത് നമ്മുടെ പബ്ലിക് ബസ് സ്റ്റാൻഡിൽ വരെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കാനുള്ള ധൈര്യം നമ്മുടെ കുട്ടികൾക്കും വരും തലമുറകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത് അതിനെക്കുറിച്ച് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്നത് മയക്കുമരുന്നും
അതുപോലെ കഞ്ചാവും അതുപോലെ തന്നെയുള്ള ഒരു വിപത്ത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. ഇതിനെയും നമ്മൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മളുടെ മക്കളും ഒക്കെ ഇതേ രീതിയിൽ പോകും. അപ്പൊ ദയവേത് ഇങ്ങനെയുള്ള രംഗങ്ങള് ഇതുപോലുള്ള പബ്ലിക് ആയിട്ടിരുന്നിട്ട് കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇതിപ്പോ അവിടെയുള്ള ആൾക്കാർക്ക് പ്രതികരിക്കാമായിരുന്നു. കാരണം ഇവര് യൂണിഫോമിലാണ്, ഈ പെൺകുട്ടികള് സ്കൂൾ യൂണിഫോമിലാണ് ഇരുന്നുകൊണ്ട് ഇമ്മാതിരി വേഷം കെട്ടലുകൾ കാണിക്കുന്നത്. അവിടെ ഈ ഒരു കുട്ടികളല്ല, കുറെ അപ്പുറം ഇപ്പറയൊക്കെ മാറി ഒരുപാട് എണ്ണങ്ങൾ ഇതുപോലെ ഡസൺ കണക്കിന് ഇരിപ്പുണ്ട്. അപ്പൊ അത്രത്തോളം അവർക്ക് ഭയമില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് ഇവരുടെയൊക്കെ വീട്ടുകാര്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ കാണണം. കണ്ടാൽ മാത്രമേ അറിയുള്ളൂ രാവിലെ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികള് ഈ രീതിയിലൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇങ്ങനെയൊക്കെ ഓരോ പ്രവർത്തികൾ ചെയ്തിട്ടാണ് നാളെ നമ്മൾ കേൾക്കും, എന്താ പറയാ, കുത്തിക്കൊന്നു, കാമുകിയെ വീട്ടിൽ കയറി കൊന്നു, അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്? ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണുമ്പോൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിച്ചാൽ അവിടെ വലിയ സദാചാരം പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതുപോലെ സ്കൂൾ യൂണിഫോമിലൊക്കെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇമ്മാതിരി പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതൊക്കെ എന്താ പറയുക ഇതിനൊക്കെ? ദയവ് ചെയ്ത് നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇതുമൊക്കെ എന്താ പറയാ, നമ്മളെല്ലായിടത്തും ഇതുപോലെയൊക്കെ കാണേണ്ടി വരും. നേരത്തെയൊക്കെ പാർക്കുകളിലും ബീച്ചുകളിലും കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള രംഗങ്ങൾ ഇപ്പൊ പരസ്യമായിട്ട് ബസ് സ്റ്റാൻഡുകളിൽ വരെ കാണാനുള്ള നമ്മൾ കാണുകയാണ്. അപ്പൊ ഇതിനെതിരെയും ഒക്കെ നമ്മൾ പ്രതികരിക്കണം. പ്രതികരിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള കുട്ടികൾ അല്ലെ ഇങ്ങനെയുള്ള കമിതാക്കൾ പരസ്യമായിട്ടിരുന്ന് ഇങ്ങനെ കാണിക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണോ? നമ്മൾ ഇതിനെ എതിർക്കണ്ടേ? നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ.